നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. അതിജീവന സമരങ്ങളുടെയും ആവേശ മുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളിയുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന പരിപാടികൾ. മെയ് ദിന റാലികളും കൺവെൻഷനുകളിലും പങ്കെടുത്തത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. കൊടും ചൂടിൽ ശുദ്ധജല ദൗർലഭ്യം മൂലം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. പനി ബാധിച്ച് നിത്യേന സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് 500ഓളം പേർ. മഞ്ഞപ്പിത്തം ബാധിച്ച് 40ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ. ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് മോഷണവും പിടിച്ചുപറിയും വർദ്ധിക്കുന്നത് ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നു. വാർത്തകൾ വിശദമായി. അതിജീവന സമരങ്ങളുടെയും നിരന്തര പോരാട്ടങ്ങളുടെയും ആവേശ മുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് ദിശാബോധം നൽകുന്നതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതുകൂടിയാണ് ഈ ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് സംസ്ഥാനത്ത് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. ലോകത്ത് 80ഓളം രാജ്യങ്ങളിലാണ് മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള സാമൂഹിക സാമ്പത്തിക മുന്നേറ്റങ്ങളെ സ്മരിക്കുന്ന ദിനം കൂടിയാണിത്. അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന മെയ് ദിനം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ ആവശ്യങ്ങൾ ത്യാഗനിർഭരമായ പോരാട്ടത്തിലൂടെ തൊഴിലാളി വർഗം നേടിയെടുത്തതിന്റെ ആവേശസ്മരണകളെ പുണരുന്നു. കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യവും തൊഴിലാളി വർഗ നേട്ടങ്ങളും സംഭാവനകളുമെല്ലാം ഉയർത്തിപ്പിടിച്ചാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിനം ആചരിച്ചത്. സംസ്ഥാനത്ത് കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ ട്രേഡ് യൂണിയനുകൾ പതിവ് മെയ് ദിന റാലികൾക്കു പകരം പലയിടത്തും മെയ് ദിന സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചത്. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ മെയ് ദിന കൺവെൻഷൻ വാണിയംകുളം EK നായനാർ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. അടിച്ചമർത്തൽ നേരിടുന്ന, വംശീയതയ്ക്ക് നേരിടുന്ന എല്ലാ ജനവിഭാഗങ്ങളോടും CITU അതിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തും ഫാസിസ്റ്റതല്ല ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മോദി ഭരണകൂടം, ആ ഭരണകൂടം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ എല്ലാ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് നൽകിയിട്ടുണ്ട്. CITU ഡിവിഷൻ പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ഭാസ്കരൻ, K ഗംഗാധരൻ, TP ഭാസ്കരൻ, KR വിജയൻ, APM റഷീദ്, V വേണുഗോപാലൻ, KV സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. ഇതിനിടെ കൊടും വേനലിൽ ശുദ്ധജല ദൗർലഭ്യം മൂലം ജില്ലയിൽ പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പനി ബാധിച്ച നിത്യേന ശരാശരി 500ഓളം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടുന്നത്. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ പകർച്ചവ്യാധികളുടെ വ്യാപനം വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊടും ചൂടിൽ പനി, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ മാരകമാകാനുള്ള സാധ്യതയാണ് ആരോഗ്യവകുപ്പിനെ അതീവ ജാഗ്രതയിലേക്ക് നയിക്കുന്നത്. ചൊവ്വാഴ്ചയും സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ്. 40.4. 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉയർന്ന താപനിലയും ഉയർന്ന ഈർപ്പവും കാരണമാകാം. കടുത്ത വേനലിൽ ശുദ്ധജല ദൗർലഭ്യം തന്നെയാണ് ജില്ലയിൽ പനിയും പകർച്ചവ്യാധികളും വ്യാപകമാകാൻ കാരണമാകുന്നത്. പനി ബാധിച്ച് ശരാശരി 500ഓളം പേരാണ് ചികിത്സ തേടി സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. ചുമ, ജലദോഷം, ക്ഷീണം എന്നിവയും മിക്കവരെയും ബാധിക്കുന്നുണ്ട്. മഴക്കാല രോഗമായ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പടരുന്നത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകളിൽ മിക്കവയും വറ്റിയതോടെ മലിനജലം ഉപയോഗിക്കേണ്ടി വരുന്നതിലൂടെയാണ് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് ഇതിനകം 2 പേരാണ് പാലക്കാട് ജില്ലയിൽ മരണപ്പെട്ടത്. മഴക്കാല രോഗമായ ഡെങ്കി എങ്ങനെ വ്യാപിക്കുന്നു എന്നതിൽ ആരോഗ്യവകുപ്പും ആശങ്കയിലാണ്.
കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 9,000-ലധികം പേരാണ് സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയത്. ഇതിനു പുറമെയാണ് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക്. 44 ഡെങ്കി ബാധിതരും 21 മഞ്ഞപ്പിത്ത ബാധിതരും ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഉഷ്ണതരംഗം നിലനിൽക്കുന്നതിനാൽ ആരോഗ്യവകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കലക്ടറും DMOയും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊടുംവേനലിൽ പുഴയോരത്തെ പുൽക്കാടുകളിൽ തീപിടുത്തം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഷൊർണൂരിൽ ഭാരതപ്പുഴയോരത്തെ പുൽക്കാടിൽ തീ പടർന്നത് പുഴയോരവാസികളെ ആശങ്കയിലാക്കി. ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് പുഴയിലെ പുൽക്കാടുകളിൽ തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാൻ ഏറെ പ്രയാസപ്പെട്ടു. 1 കിലോമീറ്ററോളം പ്രദേശം മിനിറ്റുകൾക്കുള്ളിൽ കത്തിയമർന്നു. ഷൊർണൂർ നമ്പ്രം പ്രദേശത്തു നിന്നാണ് തീ പടർന്നത്. കാരക്കാട് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരം വരെ പുൽക്കാടുകൾ കത്തിനശിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. തൃശൂരിൽ നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പള്ളിക്കര തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 80 വയസ്സുള്ള ഊർവശി, ഇവരുടെ കൊച്ചുമകൻ ദിനേശന്റെ ഭാര്യ 40 വയസ്സുകാരി രജിത എന്നിവരുടെ സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 കമ്പിളിപ്പുതപ്പ് വേണോ എന്ന് ചോദിച്ച് വീട്ടിലെത്തിയ മോഷ്ടാക്കളെ വീട്ടുകാർ ആദ്യം മടക്കി അയച്ചെങ്കിലും 2:30 അവർ വീണ്ടും വീട്ടിലെത്തുകയായിരുന്നു. വീടിന്റെ പുറത്തുനിന്ന് തുണികൾ ഉണക്കാനിടുകയായിരുന്ന രജിതയുടെ വായയിൽ മുറ്റത്ത് കിടന്നിരുന്ന തുണി കൊണ്ട് പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന 4 പവൻ മാലയും ഒപ്പമുണ്ടായിരുന്ന ഊർവശിയുടെ 1.5 പവൻ മാലയുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ഇവർ ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നാണ് രജിത പറയുന്നത്. കഴുത്തുവേദനയെ തുടർന്ന് കഴുത്തിൽ ബെൽറ്റ് ധരിച്ചിരുന്ന രജിതയുടെ ബെൽറ്റ് അടക്കം കൂട്ടിപ്പിടിച്ചാണ് മോഷ്ടാക്കൾ മാല പിടിച്ചു പറിച്ചെടുത്തത്. ഇവർ ബഹളം വെച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾ എത്തുമ്പോഴേക്കും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കടന്നുകളഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ചൊവ്വാഴ്ച വൈകിട്ട് നടന്നു. KVVS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ആ ഉത്തരവാദിത്തമാണ് നാം ഏറ്റെടുക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളിൽ വ്യാപാരികൾ നാളെയും നിലനിൽക്കുമെന്ന ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് വേണ്ടി വ്യാപാര മേഖല ഇന്ത്യയിൽ 30 കോടി ആളുകൾക്ക് അന്നം നൽകുന്ന ഈ മേഖലയെ സംരക്ഷിക്കുമെന്ന ദൃഢപ്രതിജ്ഞയെടുക്കുന്നതിന് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം ചർച്ചകളാകണം നാം കൂടുന്നിടത്ത് നാം ഏറ്റെടുക്കേണ്ടത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ KVVS ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ജൂബി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MB രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി VS സുധേഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ VP സുരേന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് VR ഷാജു എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് KA ഹമീദ്, മുസ്തഫ മുളയങ്കാവ് എന്നിവർ നേതൃത്വം നൽകി. ഭാരവാഹികളായി KB ജൂബി പ്രസിഡന്റ്, VS സുധേഷ് സെക്രട്ടറി, VP സുരേന്ദ്രൻ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തിയിൽ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം പള്ളിത്തൊടി നായർ വീട്ടിൽ പരേതനായ ശ്രീരാമൻ നായരുടെ ഭാര്യ 78 വയസ്സുള്ള സത്യഭാമയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ സമീപത്ത് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വീടിനകത്തു കയറി നോക്കുമ്പോഴാണ് സത്യഭാമയെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പ്രദേശവാസികൾ ചെറുതുരുത്തി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചെറുതുരുത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സമയത്ത് ഈ വീടിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ ഒരു 2-3 ദിവസമായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കേണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെ മകളും മരുമകനും കൂടി ഗൾഫിലാണ്. അപ്പോൾ ഈ വീട് തുറക്കാത്ത കാരണം ഇവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അമ്മമ്മ ഗേറ്റും തുറക്കണില്ല, വാതിലും തുറക്കണില്ല, അപ്പോൾ വന്ന് നോക്കുക ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്, ചെറിയൊരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിനെ വിവരറിയിച്ചു. പോലീസ് വന്നപ്പോൾ ബാത്റൂമിൽ മരണപ്പെട്ട് ഇറങ്ങാൻ കണ്ടത്. മകൾ പ്രജിതയ്ക്കൊപ്പം താമസിച്ചു വന്നിരുന്ന സത്യഭാമ പ്രജിത ഗൾഫിലെ ഭർത്താവിന്റെ അടുത്തേക്ക് പോയതിനെ തുടർന്ന് ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നതെന്ന് മകൻ കൃഷ്ണദാസ് പറഞ്ഞു. വിരലടയാള വിദഗ്ധൻ OU രാമദാസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ആരോഗ്യ ജാഗ്രത 2024 പദ്ധതിയുടെ ഭാഗമായി കോട്ടായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടന്നു. ആരോഗ്യ ജാഗ്രത പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷയായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത, പഞ്ചായത്ത് അംഗം MR രജിത തുടങ്ങിയവർ സംസാരിച്ചു. ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നിന്ന് 28 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച സീനിയർ ക്ലർക്ക് കെ ഗീതയ്ക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഹാളിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ബാങ്ക് പ്രൊഫഷണൽ ഡയറക്ടർ M വിജയൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ചെയർമാൻ ബാങ്കിൻ്റെയും ജീവനക്കാരുടെയും ഉപഹാരം കെ ഗീതയ്ക്ക് കൈമാറി. ജനറൽ മാനേജർ ഇൻചാർജ് TP സ്യമന്തകം, ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് സജില R സിംഗ്, M ഗോപാലകൃഷ്ണൻ, KP മുരളീധരൻ, KS മോഹനകൃഷ്ണൻ, P രവീന്ദ്രൻ, K ജയലക്ഷ്മി, K ഗീത, ബാങ്ക് ഡയറക്ടർ K സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പിറന്നാൾ ആഘോഷത്തിനായി കരുതിയ തുക മണ്ണൂരിലെ EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വാഹനം വാങ്ങാനായി സംഭാവന നൽകി വിരമിച്ച അധ്യാപകൻ. മണ്ണൂർ സ്വദേശി പുന്നക്കാട്ട് മന സത്യജിത്ത് മാസ്റ്ററാണ് പാലിയേറ്റീവ് രോഗികളുടെ സാന്ത്വന പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സ്വന്തമായി വാഹനം വാങ്ങാനായി 500,000 രൂപ സംഭാവനയായി നൽകിയത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ശശി തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു ബന്ധുക്കളൊക്കെ വളരെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, ഒരു വിപുലമായ രീതിയിൽ നടത്തണം. അപ്പോൾ എൻ്റെ മരണപ്പെട്ടു പോയ സഹോദരി ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, അനാഥാലയത്തിലേക്ക് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതുപോലെ പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിന് ഒരു 25,000 രൂപ കൊടുക്കുകയെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ EK നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിന് 25,000 രൂപ സംഭാവന നൽകിയേക്കും. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ മനസ്സുകളായിട്ടുള്ള ആളുകൾ സഹായത്തോടു കൂടിയാണ് മണ്ണൂർ പഞ്ചായത്തിനകത്ത് EK നായനാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഷൊർണൂർ ഡിപ്പോയിലെ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് പ്രവർത്തകരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു. AILRSA സോണൽ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ ക്യാമ്പയിനിന്റെ മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് T ഹരീന്ദ്രദാസ് നിർവഹിച്ചു. പ്രസിഡന്റ് KK കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയർ സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ മാങ്കുറിശ്ശി സ്വദേശിനി വിനിയെ അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA വീട്ടിലെത്തി അനുമോദിച്ചു. മാങ്കുറിശ്ശി അത്താണിപ്പറമ്പ് വേലുണ്ണി രുക്മിണി ദമ്പതികളുടെ മകളായ വിനി പാലക്കാട് മേഴ്സി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TR ശശി, നേതാക്കളായ അബ്ദുൾ റഹ്മാൻ, പൊതുപ്രവർത്തകൻ സുരേഷ്, TR ഷാജീവ്, സുധീർ തുടങ്ങിയവരും MLAക്ക് ഒപ്പമുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ ആദരിക്കാനും അതേപോലെ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ വിരളമായിട്ടാണ് നാളിതുവരെയും റിസർച്ച് നടത്തിയിട്ടുള്ളത്. അതിലാണ് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാടിന് ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. അവരുടെ കുടുംബത്തെയും പ്രിയപ്പെട്ട വിനിയെ നേരിട്ട് വന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ IAS ഹോൾഡറായിട്ടുള്ള ഡോക്ടർ റോഷിനെ കാണാൻ വേണ്ടി പോയി. ഇത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നാട്ടുമ്പുറങ്ങളെന്ന് പറയുമ്പം പഴയ കാലഘട്ടത്തിന്റെയൊക്കെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിദ്യാഭ്യാസപരമായിട്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പക്ഷെ ഇന്ന് ഇങ്ങനെയല്ല. കുട്ടികളെല്ലാം വളരെ വളരെ ചാൻസുകൾ, അതുപോലെ തന്നെ അവർക്ക് ലഭ്യമായിട്ട് എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട വിനി പാലക്കാട് മേഴ്സി കോളേജിൽ ലെക്ചറാണ് അല്ലെ, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എനിക്ക് അഭിമാനമുണ്ട്, ഞാനും മേഴ്സി കോളേജിന്റെ പ്രോഡക്റ്റ് ആണ്. അവിടുന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. എന്തായാലും പ്രിയപ്പെട്ട വിനി ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അവരുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഭാവിയിലെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സമാപിച്ചു. റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PV രാമൻകുട്ടി സമാപനം ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത വിദ്യാഭ്യാസം നിരവധി പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാം, സംസ്കൃത വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിൽ നിരവധി സമസ്യകൾ, നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് എന്നെനിക്കറിയാം. യൂണിവേഴ്സിറ്റി തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ചില സമിതികളിലൊക്കെ ഞാൻ അതിൽ അംഗമാണ്. അതുകൊണ്ട് സംസ്കൃത അധ്യയനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും സംസ്കൃതത്തെ പുതിയ കാലത്തിന് യോജിച്ച രീതിയിൽ പുതിയ കാലത്തെ ജ്ഞാനധാരകളുമായി ആരോഗ്യകരമായ സംവാദങ്ങൾ രൂപപ്പെടുത്തുന്ന ഇതിനൊക്കെയായിട്ട് നിരവധി വേദികൾ, നിരവധി സംരംഭങ്ങൾ, നിരവധി ഉദ്യമങ്ങളൊക്കെ
സംസ്കൃതത്തോട് ബന്ധപ്പെട്ട സംസ്കൃതത്തിൻ്റെ സ്നേഹിക്കുന്ന നിരവധി ആൾക്കാർ രൂപം കൊടുത്തിട്ടുണ്ട്. 2 ദിവസങ്ങളായി പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ സംഘടിപ്പിച്ച കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന നേതൃത്വ ക്യാമ്പിനാണ് ചൊവ്വാഴ്ച സമാപനമായത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി പത്മനാഭനുള്ള ഉപഹാരം ചടങ്ങിൽ ഡോക്ടർ പി വി രാമൻകുട്ടി സമ്മാനിച്ചു. സി പി സുരേഷ് ബാബു, ഡോക്ടർ വി കെ രാജകൃഷ്ണൻ, പപ്പൻ മാസ്റ്റർ, അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ സംഘടനാ വളർച്ചയിൽ എന്ന വിഷയത്തിൽ ടി കെ സന്തോഷ് കുമാറും സർവീസ് ക്ലാസ് എന്നതിനെ സംബന്ധിച്ച് അരവിന്ദൻ മാസ്റ്റർ എന്നിവരും വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25ാം വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും കുളപ്പുള്ളിയിൽ നടന്നു. പാലക്കാട് RTO ജർഷൻ ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സമുദ്ര റീജൻസിയിലായിരുന്നു യോഗം. ബസ് വ്യവസായത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സംബന്ധിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും പാലക്കാട് RTO ക്ലാസ് എടുത്തു. ചിലപ്പോൾ നമ്മുടെ കയ്യോ കാലോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒരു പാരാലിറ്റിക് കണ്ടീഷനിലേക്കായിരിക്കും അത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നമ്മളൊരു ഫുൾ കോമ എന്നുള്ള രീതിയിലേക്കായിരിക്കാം അവസാനം നമ്മുടെ ജീവൻ തന്നെയായിരിക്കും പോകുക. സോ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ ഏത് ആക്സിഡന്റ് ഒഴിവാക്കാം. ഇത്തിരി ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ റോഡിൽ മാത്രമാണ് വിഷനെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 3 തരത്തിലുള്ള വിഷൻ നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവില്ല. അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ ഹമീദ് അധ്യക്ഷത വഹിച്ചു. PBOA ജില്ലാ സെക്രട്ടറി രവികുമാർ, ഒറ്റപ്പാലം താലൂക്ക് സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. ടി കെ ഹമീദ് പ്രസിഡന്റ്, CP റഷീദ്, P കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റുമാർ, KM റഷീദ് സെക്രട്ടറി, അബ്ബാസ് സുര, കവിത ജോയിന്റ് സെക്രട്ടറി, PK സിദ്ദിഖ് ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിജീവന സമരങ്ങളുടെയും ആവേശ മുദ്രാവാക്യങ്ങളുടെയും ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളിയുടെ അവകാശങ്ങളും ഉയർത്തിപ്പിടിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന പരിപാടികൾ. മെയ് ദിന റാലികളും കൺവെൻഷനുകളിലും പങ്കെടുത്തത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ മെയ് 2 വരെ ഓറഞ്ച് അലർട്ട് തുടരും. കൊടും ചൂടിൽ ശുദ്ധജല ദൗർലഭ്യം മൂലം ജില്ലയിൽ പകർച്ചവ്യാധികൾ വ്യാപകമാകുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. പനി ബാധിച്ച് നിത്യേന സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത് 500ഓളം പേർ. മഞ്ഞപ്പിത്തം ബാധിച്ച് 40ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടർ. ചെറുതുരുത്തിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയുടെയും രോഗിയായ വയോധികയുടെയും സ്വർണ്ണമാല കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് മോഷണവും പിടിച്ചുപറിയും വർദ്ധിക്കുന്നത് ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.